ഇതിപ്പോൾ ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയാണ്. നോക്കാം, ഇതിൽ കുറേ പരീക്ഷകളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ, നോക്കിയിട്ട് അറിയാം. നമുക്ക് ഈ അടുത്ത് വരുന്ന വല്ല പരീക്ഷകളുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, പഠിക്കാം. ജോലി സ്ഥിര വരുമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി വളരെ അത്യാവശ്യമാണ്. പിന്നെ ചെയ്യാം, ബിസിനസ്സൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചാൾ ലീവ് എടുത്തിട്ട് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതേസമയം നമ്മൾ എല്ലാ റിസ്ക് എടുത്തിട്ട് ഈ കാലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുക്കുന്നവനാണ് വിജയം എന്ന് പറയുമെങ്കിലും, പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു ഏജിലല്ല ഞാൻ നിൽക്കുന്നത്. എടുത്താനേ പക്ഷെ ഒരു 20-25 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്താനേ. പക്ഷെ ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ സേഫ് സോണിൽ നിൽക്കണം. സേഫ് സോണിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് പിന്നെ ഞാൻ ഓൾറെഡി മുൻപ് പഴയ ബുക്കാ, കുറച്ച് പഠിക്കാനുണ്ട്. എന്തായാലും പാറ്റേൺ വല്ലാണ്ട് അങ്ങോട്ട് ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ട്യൂഷനൊക്കെ ആയിട്ട് എടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആവും. നോക്കാം എന്തായാലും. ഇന്നാണ് നമ്മുടെ LD5 പരീക്ഷയാണ്. പാലക്കാടാണ്. ഈ പാലക്കാട് ജില്ല എന്നുള്ളൂ കേട്ടോ. പാലക്കാട് എന്ന് പറയുമ്പോൾ വലിയൊരു ജില്ലയാണല്ലോ. എനിക്ക് ഒറ്റപ്പാലത്തിന് കുറച്ചൊരു പോകണം, 12 കിലോമീറ്റർ പോകണം. പത്തിരിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പത്തിരിപ്പാലോ അങ്ങനെയാണ് സ്ഥലം. അപ്പോൾ അവിടേക്കാണ് പോകേണ്ടത്, 12 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ഒറ്റപ്പാലത്തേക്ക് ബസ് കയറണം. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് ഉണ്ടാവേണ്ടതാണ്. കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയൊരു ഗ്രാമപ്രദേശമല്ല. ബസ്സുകളൊക്കെ എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് LDC പരീക്ഷ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും മിക്കതും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് പാലക്കാട് കിട്ടിയിട്ടുണ്ട്, എൻ്റെ അറിവിൽ തന്നെ. പിന്നെ ചിലവർക്കൊക്കെ മലപ്പുറമാണ്. നോക്കാം. എന്തായാലും നമ്മൾ നേരെ വൈകാണ്ട് ഇറങ്ങണം അവിടെ നിന്ന്. അപ്പോൾ ഭക്ഷണം പോകുന്ന വഴിക്ക് ഒരു പക്ഷേ കഴിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഇന്നലെ ചപ്പാത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മറ്റേ പാക്കറ്റ് ഉണ്ടല്ലോ, അത് ഒന്നുകിൽ ഞാൻ കയ്യിൽ വയ്ക്കും. അപ്പോൾ നോക്കാം. എന്തായാലും കുളിച്ചിട്ട് വരാം. രാവിലെ തന്നെ പണി കിട്ടി. ഈ സംഭവം ഞാൻ ഇമ്മാതിരി ഷൂസ് എപ്പോൾ ഇട്ട് പോയാലും എൻ്റെ സോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഇനിയിപ്പോൾ ഒറ്റപ്പാലം വരെ ഈ പറയുന്ന റിസ്ക് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ പോയി ഈ സംഭവം സെറ്റ് ചെയ്തു. ഈ പാലം ഉണ്ടല്ലോ, ഭാരതപ്പുഴയോട് കുറുകെ നിൽക്കുന്ന ഈ പാലം, അത് 2018 പ്രളയത്തിൽ നശിച്ചു പോയത്. പിന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ കട്ട പഠനത്തിലാണ്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതൊക്കെ പഠിക്കും. നമ്മളങ്ങനെ പോകെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ബസ് യാത്രയാണ്. അപ്പോൾ ഓരോ സ്റ്റേഷനിൽ നമ്മൾ എത്തുമ്പോഴും ഓരോ ബസ് സ്റ്റോപ്പിലും ഇങ്ങനെ എത്തുമ്പോഴും ഇങ്ങനെ ഓരോ ഏജൻറ്റുമാർ ഇങ്ങനെ റെസീറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അവർക്ക് എന്തോ ഒരു പൈസ അതിങ്ങനെ കണ്ടക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 7 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 10:21 നമ്മൾ അവിടേക്ക് എത്തും. ഒറ്റപ്പാലത്തേക്ക് എത്തും. സെൻഗുപ്ത റോഡ് 3.5 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ കേസ് വല്ലതും മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പാലക്കാട് ബസ്സിൽ കയറി. പാലക്കാടല്ല, പത്തിരിപ്പാല ATM സെൻറ്ററിൽ പോയിട്ടാണ് ഇപ്പോൾ വന്നത്. പൈസ എടുക്കാണ്ടായിരുന്നു കുറച്ച്. ഇതിപ്പോൾ നേരെ സ്കൂളിൻ്റെ മുന്നിൽ നിർത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അറിയില്ല. ഇപ്പം എന്തായാലും ഞാൻ നേരത്തെയാണ്. ഇപ്പോൾ 10 ആയിട്ടുള്ളൂ. ഒരു 11:30 ആകുമ്പോഴേക്കും എന്തായാലും എത്തും. 18 രൂപയുടെ വഴിയാണല്ലോ അവിടെ നിന്ന്. നോക്കാം. എൻ്റെ മോനെ, ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മേലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാർമേഘം അങ്ങനെ നിൽക്കുന്നുണ്ട്. തിങ്ങി നിരങ്ങിയിട്ടാണ് നിൽക്കുന്നത്. മിക്കതും മഴ പെയ്യും തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കാണുന്നതാണ് സ്കൂളിൻ്റെ ആ പിള്ളേർ നിൽക്കുന്ന ഭാഗം ഉണ്ടോ, അതാണ് സ്കൂള്. നമ്മളിവിടെ ഒരു ചായ കുടിക്കാവുന്നതാണ്. രാവിലെ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മൾ 11:23 നമ്മൾ നേരെ സ്കൂളിലേക്ക് എത്തി. ഇതാണ് പത്തിരിപ്പാല GVHSS. ഇനി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഒരു 12:30 ആയപ്പോൾ നമ്മൾ കഴിച്ചു. അങ്ങനെ PSC പരീക്ഷ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർക്കുള്ള ബസ് ഇവിടെ പാലക്കാട് റോഡുണ്ട്. പാലക്കാട് റൂട്ടിലേക്ക് നേരെ കടന്ന തൃശ്ശൂർക്കുള്ള വണ്ടി കിട്ടും. ഡയറക്റ്റ് കിട്ടുമെന്ന് പറയുന്നു, അറിയില്ല. ഒരു 10:75 അറ്റംപ്റ്റ് ചെയ്തു. ബാക്കിയുള്ളതിനിപ്പോൾ കണ്ടറിയാം. വീട്ടിൽ വന്നിട്ട് ആൻസർ കീ നോക്കുമ്പോൾ അറിയാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. എനിക്ക് ഒറ്റപ്പാലത്തേക്കാണ് ബസ് കയറേണ്ടത്. നല്ല തിരക്കാണ് ബസ്സിൽ. തൃശ്ശൂർക്കാണ് കൂടുതലും. അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു ബൂസ്റ്റും ഒരു മുട്ട പഫ്സും കഴിച്ചു. ബസ്സിൽ കയറി ഇറങ്ങിയതും നമ്മൾ തൃശ്ശൂർക്ക് എത്തി. കണ്ണോർക്കുമ്പോൾ
മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡേക്ക് മാറ്റണമായിരുന്നു. ഇവിടെ നിന്ന് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഈ മേളം. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് അയ്യന്തോള് കളക്ട്രേറ്റിൽ നിന്ന് അയ്യന്തോള് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്പാത്തിൽ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക്. ഇതാണ് അവസ്ഥ. ഇതിലിവിടെ കാണുന്ന ഫ്ലാഷ് ലൈറ്റുകൾ അല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തില്ല. എന്താ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കില്ലേ. എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് അടിച്ചിട്ട് ഉള്ള വെളിച്ചത്തിലാണ് നമ്മൾക്ക് പോയോണ്ടിരിക്കുന്നത്. ഈ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈലൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇതിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഈ ഇവിടത്തെയൊക്കെ സ്ലാബുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ഇതായി കിടക്കുവാണ്. അധികാരികളുടെ അനാസ്ഥയാണ്. പറയുമ്പോൾ ഇത് കളക്ടറുടെ വീടൊക്കെ ഉണ്ടോ, ഇതാണ് അവസ്ഥ. പക്ഷെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഭയങ്കര ടയേർഡാണ്. ഞാൻ ബസ്സിൽ കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറിയതും തൃശ്ശൂരാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോഴും ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. വന്നിട്ട് ഒന്ന് കുളിച്ചു, ഇനി നേരെ പോയി കിടക്കുക അത്ര തന്നെ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗുഡ് നൈറ്റ്.